വേറൊരു രീതിയിൽ വന്നിരിക്കണേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പൊ ഇന്ന് ഒരു സാധാരണ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒന്നും അല്ല. ഞാനിവിടെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് നിങ്ങളെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. കുറെ പേര് എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ശരിക്കും വരുമാനമൊക്കെ കിട്ടുന്നുണ്ടോ യൂട്യൂബിൽ, ചുമ്മാ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ട് നടക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ എന്റെ വരുമാനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കുറെ കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്, കുറെ പേര് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കണ്ടന്റ് ക്രിയേഷനും. അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോ യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്, ബട്ട് നോട്ട് ഓൺ എ റെഗുലർ ബേസിസ്. അപ്പോ യൂട്യൂബിൽ നിന്ന് അല്ലാതെ വേറെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ഡ്രീം. അപ്പോൾ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഡ്രീം ഗ്ലോബൽ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് എന്താ പറയാ കുറച്ച് പെയ്ഡ് കണ്ടന്റ്സ് നമുക്ക് കിട്ടുന്നത്. അതായത് നമുക്ക് ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെയാണ് ഡ്രീം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഒരു യൂട്യൂബർ ആണ്, ഇല്ലെങ്കിൽ നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഡ്രീം ട്രൈ ഔട്ട് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു 1500+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. Anywhere, it can be in Instagram, it can be in Facebook or YouTube. നിങ്ങൾക്ക് 1500-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡ്രീം പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ പ്രൊമോഷൻ ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഇൻഫ്ലുവൻസർ മാനേജേഴ്സ് ഉണ്ടാവും. സോ ദേ വിൽ ബി ഹെൽപ്പിംഗ് യു ഔട്ട് വിത്ത് ഡൂയിങ് ദ പ്രോജക്ട്സ്. അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് വരുമാനങ്ങൾ കിട്ടണത് കേട്ടോ. അപ്പോ നിങ്ങൾ ഓൾറെഡി നമ്മൾ ഒരു ഇൻഫ്ലുവൻസർ ആയി കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴും നമുക്കൊരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം യൂട്യൂബിൽ നിന്നും ഒരു റെഗുലർ ഇൻകം ഒന്നും നമുക്ക് ഒരിക്കലും കിട്ടില്ല. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വ്യൂസ് ഒക്കെ ഉള്ള സമയത്ത് മാത്രമേ നമുക്ക് റെഗുലർ ആയിട്ട്, അതും എപ്പോഴൊന്നും കിട്ടില്ല, നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മന്ത്ലി ഒക്കെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ചെറിയ യൂട്യൂബേഴ്സ് ലൈക്ക് യു ആൻഡ് മീ, ഐ ഹോപ്പ് നിങ്ങളും ഒരു യൂട്യൂബറാണ്, അതുകൊണ്ടായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക അല്ലെ? അപ്പൊ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഒരു യൂട്യൂബറിന്റെ അവസ്ഥ. എങ്ങനെയാണ് ഈ യൂട്യൂബേഴ്സ് ഒക്കെ ഇത്രയും പൈസ ഉണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറെ മീഡിയംസ് ഉണ്ട് അല്ലെ? ഏർണിങ്സിന് കുറെ ബ്രാഞ്ചസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോ ഒന്ന് യൂട്യൂബിൽ നിന്നും ഇൻകം കിട്ടും, അതേപോലെ തന്നെ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യും, ലൈക്ക് നമുക്ക് ഡ്രീം പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യണത് പോലെ. അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ പ്രോഡക്ട്സ് സെല് ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബിൽ തന്നെയുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെ അതൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെങ്കിൽ എക്സ്പ്ലോർ ഓൺ ദ യൂട്യൂബ് സ്റ്റുഡിയോ. സ്റ്റുഡിയോയിൽ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് കിട്ടും. നമ്മളുടെ സ്വന്തമായിട്ട് മെർച്ചൻഡൈസ് ചെയ്യാം. അപ്പൊ നമ്മളുടെ ടീഷർട്ട് സ്വന്തമായിട്ടൊക്കെ പ്രിന്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മളുടെ ശ്രേഷ്ഠ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നമ്മൾ ടീഷർട്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഇൻകം എന്ന് പറയുന്നത്. ഐ വോണ്ട് ടു ടെൽ യു സംതിങ് മോർ ഇൻട്രസ്റ്റിംഗ്. അതായത് നമ്മൾ പലപ്പോഴും യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ഓക്കെ, ഒരു ചാനൽ തുടങ്ങാം, ചപ്പ് ചവറ് കണ്ടന്റ്സ് ഒക്കെ ഇടാം. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. Keep on, stick on to one content and you will be generating more income from that. Okay, നമുക്കൊരു ഓഡിയൻസ് ബേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പൊ കൂടുതൽ നമ്മളുടെ യൂട്യൂബ് റിലേറ്റഡ് വീഡിയോസ്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടന്റ് ക്രിയേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു നല്ലൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് വഴിയെ പറയാം, ഇപ്പൊ ഞാൻ എന്തായാലും പറയുന്നില്ല. അപ്പോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ, വേഗം തീർന്നു അല്ലേ? സാരില്ല, അടുത്ത വീഡിയോയിൽ കാണാം. See you then. Bye bye.